എന്നാലും ഇവന്മാർക്ക് ഇതെന്തിൻ്റെ കേടാണ്? വന്നവനും നിന്നവനും കണ്ടവനും പോയവനും ഒക്കെ അടിച്ചങ്ങ് പൊളിക്കുക. SRH കഴിഞ്ഞ സീസണിൽ തന്നെ ഇങ്ങനെയാണ്. ഈ സീസണിൽ അതൊന്നുകൂടി അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. രാജസ്ഥാൻ റോയൽസിന് ടോസ് കിട്ടിയിട്ട് അവർ ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു. എന്തൊരു അബദ്ധം ആയിരുന്നു ആ തീരുമാനമെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. കയറി അങ്ങ് മേയുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നവർ പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇത്തവണ ഇഷാൻ കിഷനെ കൊണ്ടുവന്നിരിക്കുന്നു. ഇഷാൻ കിഷൻ ആവട്ടെ തൻ്റെ IPL ആദ്യ സെഞ്ചുറി ഇവിടെ കുറിക്കുന്നു. ട്രാവിസ് ഹെഡ് മികച്ച പ്രകടനം കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ആവർത്തിച്ചു. 31 പന്തുകൾ 67 റൺസ്. ഇഷാൻ കിഷൻ 47 പന്തുകൾ 11 ഫോർ 6 സിക്സ് 106 റൺസുമായിട്ട് പുറത്താകാൻ നിൽക്കുന്നു. നിതീഷ് കുമാർ റെഡ്ഡി അവൻ്റെ സംഭാവന 15 പന്തുകളിൽ നിന്ന് 30 റൺസ്. ഹെൻറി ക്ലാസൻ 14 പന്തുകൾ 34 റൺസ്. വന്നവനും നിന്നവനും ഒക്കെ അടിച്ചപ്പോൾ 286 റൺസാണ് അവരടിച്ചു കൂട്ടിയത്. അതായത് കഴിഞ്ഞ തവണ അവരടിച്ച റെക്കോർഡിട്ട 287 ഒറ്റ റൺസ് മാത്രം കുറവ്. അത് അവസാന ഓവറിൽ ദേശ്പാണ്ഡെ 2 വിക്കറ്റുകൾ എടുത്തതുകൊണ്ട് മാത്രം അങ്ങനെ സംഭവിച്ചു പോയതാണ്. അല്ലെങ്കിൽ ഇത് ഒരു പക്ഷേ 300-ൽ നിൽക്കുമായിരുന്നില്ല എന്ന തോന്നലാണ്. മറുപടി ബാറ്റിങ്ങിൽ ശ്രമിച്ചു നോക്കി. ശരിയാണ്, തുടക്കത്തിൽ ആ പ്രഷറിൽ വിക്കറ്റുകൾ വീണു. അത് വീഴും. സ്കോർ ബോർഡിൽ റണ്ണുണ്ടാകുമ്പോൾ അത് ചേസ് ചെയ്യുന്ന ടീമിന് പ്രഷർ ഉണ്ടാവും. അതാണ് ടോസ് കിട്ടിയിട്ട് ബൗൾ ചെയ്തതിൽ പിഴവ് എന്ന് മുൻ ക്രിക്കറ്റർമാരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. 286 ഒരു മാമത്ത് ടോട്ടലാണ്. അത് ചേസ് ചെയ്യുക എളുപ്പമല്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തുടക്കത്തിൽ വിക്കറ്റുകൾ അവർക്ക് വീണ് പോയത്. പക്ഷേ പിന്നീട് കിടിലൻ ബാറ്റിംഗ് പ്രകടനം സഞ്ജു സാംസൺ, ഡ്രൂ ജുറൽ, ഷിംറോൺ ഹെറ്റ്മെയർ 37 പന്തിൽ നിന്ന് 66 സഞ്ജുവിൻ്റെ വക. ധ്രുവ് ജുറൽ 35 പന്തിൽ നിന്ന് 70 റൺസ്. ഹെറ്റ്മെയർ 23 പന്തിൽ 42 റൺസ്. ശുഭൻ ദ്യൂബയും എടുത്തു പറയണം, 11 പന്തിൽ 34 പുറത്താകുന്നു. എന്നിട്ടും അതിലേക്ക് എത്തുമായിരുന്നില്ല. 242-ൽ അവർ അവസാനിച്ചു. 44 റൺസിന് തോറ്റു. ഈ തോൽവി RRൻ്റെ ബാറ്റിങ്ങിനെ വലിയ രൂപത്തിൽ ആശങ്കപ്പെടുന്നൊന്നുമില്ല. പക്ഷേ ബൗളിങ് അത് തീർച്ചയായിട്ടും ആശങ്കപ്പെടാനുണ്ട്. പ്രത്യേകിച്ച് ജോഫ്രെ ആർച്ചറുടെ കാര്യം. അവർ വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്ന താരമാണ്. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ഫോം മോശമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് വീണ്ടും ഇവിടെ തുടരുന്ന കാഴ്ച. 4 ഓവറിൽ 76 റൺസാണ് ചരിത്രമാപ്പിറന്നത്. IPL ചരിത്രത്തിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ബൗളിംഗ് സ്പെല്ലാണ് ആർച്ചർ നടത്തിയിരിക്കുന്നത്. ആർച്ചറുടെ ബൗളിംഗ് പ്രകടനം മെച്ചപ്പെടാതെ RRന് ഇത്തവണ മുന്നോട്ടുള്ള പോക്ക് ദുഷ്കരമായിരിക്കും.